ഹലോ ഫ്രണ്ട്സ്, വിത്ത് റിയസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അവിയലുണ്ടാക്കിയാൽ ശരിയാവുന്നില്ലേ നിങ്ങൾക്ക്? കല്യാണങ്ങൾക്ക് കിട്ടുന്ന അവിയൽ പോലെ ആവുന്നില്ലേ? എന്നാലൊരു വഴിയുണ്ട്. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് അവിയൽ. കല്യാണങ്ങൾക്കൊക്കെ പോയാൽ കിട്ടുന്ന അവിയലിൻ്റെ ടേസ്റ്റ് അടിപൊളിയല്ലേ? അവിയലുണ്ടാക്കുമ്പോൾ വെള്ളം കൂടിപ്പോയി, ശരിയാവുന്നില്ല, കുഴഞ്ഞു പോയി എന്ന് പറയുന്നവർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചേന, കായ, പയർ, ക്യാരറ്റ്, ബീൻസ്, കൊത്തമര, ഇത്തിരി കായ്പക്കയുണ്ട്. അതിലേക്ക് തൈര് ഒഴിച്ചിട്ടുണ്ട്, മോരൊഴിച്ചിട്ടാണ് ഞാനിത് വേവിക്കുക കേട്ടോ. കഷ്ണങ്ങൾ വെള്ളയെ ചേർക്കില്ല, മോരൊഴിച്ചിട്ടാണ് വേവിക്കുക. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയും കൂടി യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല, വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നിങ്ങൾക്കത് വേവിക്കാം. അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള തേങ്ങ നമുക്ക് ഒതുക്കിയെടുക്കാം. കുറച്ച് തൈര് ആദ്യം ചേർത്തു. അതിൽ തേങ്ങ, കറിവേപ്പില, പച്ചമുളക്, ജീരകം. ചില സ്ഥലങ്ങളിൽ ഉള്ളി ചേർക്കും, ഞാൻ ഉള്ളി ചേർക്കാറില്ല കേട്ടോ. എനിക്ക് ഉള്ളി ചേർക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, തേങ്ങയിൽ ചേർക്കുമ്പോൾ ഞാൻ തേങ്ങയിൽ വെള്ളം ചേർത്തിട്ടില്ല. വെജിറ്റബിൾസ് വേവിക്കാനും വെള്ളം ചേർത്തിട്ടില്ല. അപ്പം വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആ തൈരിൽ കടന്നിട്ടാട്ടോ വെന്തത്. ഇനി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒതുക്കിയെടുത്ത തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് തേങ്ങ ആദ്യം തന്നെ മിക്സ് ചെയ്യണില്ല. തേങ്ങ വെജിറ്റബിൾസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് നന്നായി തട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് വെച്ച ശേഷം തുറന്നു. ഇനി നന്നായി മിക്സ് ചെയ്യണം. ഉപ്പ് നോക്കണം, ആവശ്യത്തിന് ഉപ്പ് വേണ്ടവർ ഇട്ട് കൊടുക്കണം. നമ്മുടെ അവിയലെല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ വെള്ളം ചേർക്കാതെ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് വേവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇന്ന് വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല, ലാസ്റ്റ് ചേർക്കും. നല്ല പച്ച വെളിച്ചെണ്ണ ഞാൻ ഇതായി കഴിഞ്ഞ ശേഷം ചേർക്കും. അടിപൊളിയായിട്ടുണ്ട്. കൂടുതൽ വെള്ളമില്ല, നന്നായി വെന്തിട്ടുണ്ട്, പച്ചക്കറികളൊന്നും ഉടഞ്ഞിട്ടില്ല. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ അവിയൽ റെഡി. അതിലേക്ക് ലാസ്റ്റ് കറിവേപ്പില ചേർത്തു. ഇനി നമ്മളുടെ മെയിൻ ടേസ്റ്റുള്ള ആൾ എന്താണ്? നല്ല പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? അവിയൽ റെഡിയായി. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അവിയൽ വെച്ചാൽ റെഡി ആകുന്നില്ല എന്ന് പറയുന്നവർ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ.